സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭാഗവത പ്രേമികളായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം, ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും മനസ്സിലാക്കി അതിനെ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള പഠന ശ്രമമാണ്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 38 ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. അതിനെ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചതും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 39-40 ശ്ലോകങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. 39-ാമത്തെ ശ്ലോകം: ദേഹേ പഞ്ചത്വമാപന്നേ കർമ്മ ദേഹി കർമ്മ അനുഗോ അവശഃ. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമ്മ അനുഗോ അവശഃ. ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപു. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോ വശഃ. ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ. ദേഹേ പഞ്ചത്വം ആപന്നേ ദേഹേ ശരീരം പഞ്ചത്വമാപന്നെ മരണാവസ്ഥയെ പ്രാപിക്കുമ്പോൾ കർമാനുഗഃ അവശഃ. കർമാനുഗഃ സ്വകർമ്മത്തിന് അധീനനും അവശഃ അസ്വതന്ത്രനുമായ ദേഹി ജീവൻ ദേഹാന്തരം പ്രാപ്യ മറ്റൊരു ശരീരത്തെ പ്രാപ്യ പ്രാപിച്ചതിന് ശേഷം ദേഹി ദേഹാന്തരം പ്രാപ്യ ദേഹി ജീവൻ ദേഹാന്തരം മറ്റൊരു ശരീരത്തെ പ്രാപ്യ പ്രാപിച്ച ശേഷം പ്രാക്തനം വപു പഴയ ശരീരത്തെ ത്യജതേ ത്യജിക്കുന്നു, പരിത്യജിക്കുന്നു. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോ അവശഃ. ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ. ദേഹേ ശരീരം പഞ്ചത്വം മരണാവസ്ഥയെ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. മരണം എന്ന അവസ്ഥ ദേഹം വീണ്ടും ആ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്ന അവസ്ഥയാണ്. അതാണ് പഞ്ചത്വമാപന്നെ. മരണാവസ്ഥയെ പ്രാപിക്കുമ്പോൾ, ആ പഞ്ചഭൂതത്തിൽ ലയിക്കുമ്പോൾ കർമാനുഗഃ സ്വകർമ്മത്തിന് അധീനനും അവശഃ അസ്വതന്ത്രനുമായ ദേഹി ജീവൻ ദേഹാന്തരം പ്രാപ്യ മറ്റൊരു ശരീരത്തെ പ്രാപിച്ച ശേഷം പ്രാക്തനം വപു ത്യജതേ പഴയ ശരീരത്തെ പരിത്യജിക്കുന്നു. ഇതാണ് 39-ാമത് ശ്ലോകം. 40-ാമത് ശ്ലോകം കൂടെ നോക്കാം. വ്രജൻ തിഷ്ഠൻ പദേകേന യഥേവ ഏകേന ഗച്ഛതി യഥാ തൃണജളൂകേവം ദേഹി കർമ്മഗതിം ഗതഃ. വ്രജൻ തിഷ്ഠൻ പദേകേന യഥേവ ഏകേന ഗച്ഛതി യഥാ തൃണജളൂകേവം ദേഹി കർമ്മഗതിം ഗതഃ. യഥാ വ്രജൻ, യഥാ എപ്രകാരം വ്രജൻ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ, വ്രജൻ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ ഏകേന പദാതിഷ്ഠൻ നടന്നു പോകുന്ന ആള് ഒരു കാൽ
നിലത്തൂന്നുമ്പോൾ മറ്റേ കാൽ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഏകപദേന തിഷ്ഠൻ, ഏകേന പദാതിഷ്ഠൻ, ഒരു കാൽ കൊണ്ട് നിലത്തൂന്നി, ഏകേന ഏവ ഗച്ഛതി, മറ്റേ കാൽ കൊണ്ട് മറ്റേ കാൽ ചലിപ്പിച്ച് അങ്ങനെ നടക്കുന്നുവോ, യഥാ എപ്രകാരം വ്രജൻ നടന്നുകൊണ്ടിരിക്കുന്നവൻ, ഏകേന പദാതിഷ്ഠൻ, ഒരു കാൽ കൊണ്ട് നിലത്തൂന്നി, ഏകേന ഏവ ഗച്ഛതി, മറ്റേ കാൽ കൊണ്ട് നടക്കുന്നുവോ, യഥാ എപ്രകാരം തൃണജളൂകം പുല്ലട്ട, തൃണം പുല്ല്, ജളൂകം അട്ട, തൃണജളൂക പുല്ലട്ട, ഒരു പുൽത്തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് ആദ്യത്തേതിനെ വിടുന്നുവോ. പുല്ലട്ട ഒരു പുല്ലിലൂടെ ഇഴഞ്ഞ് ആ പുല്ലിൽ നിന്നും അടുത്ത പുല്ലിലേക്ക് പതുക്കെ ഇഴഞ്ഞ് പ്രവേശിച്ചിട്ട് തന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തെ ആ പുല്ലിൽ, പഴയ പുല്ല് ആദ്യത്തെ പുല്ലിൽ നിന്നും വേർപെടുത്തി രണ്ടാമത്തെ പുല്ലിലേക്ക് സ്ഥാപിക്കുന്നുവോ, അതുപോലെ ഏവം ദേഹി, അതുപോലെ ജീവൻ കർമ്മഗതിം ഗതഃ, കർമ്മഗതിയെ പ്രാപിക്കുന്നു. അതായത് ഒരു ജീവനെ നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ജീവനെ പ്രാപിക്കുന്നു, മറ്റൊരു ദേഹിയെ പ്രാപിക്കുന്നു ജീവൻ. ഇത് അല്പ തത്വജ്ഞാനപരമായ കാര്യമാണ്. വസുദേവർ കംസൻ, കോപാകുലനായ കംസനെ സാന്ത്വനിപ്പിക്കാനായി, ദേവകീ ദേവിയെ രക്ഷിക്കാനായി കംസനോട് പറയുന്നതാണ് വസുദേവർ. തൃണജളൂകായേവം ദേഹി, ഒരു പുല്ലട്ട, ഒരു പുൽത്തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് ആദ്യത്തേതിനെ വിടുന്നുവോ, ഏവം ദേഹി, അപ്രകാരം ജീവൻ കർമ്മഗതിം ഗതഃ, കർമ്മഗതിയെ പ്രാപിക്കുന്നു. പുതിയ ദേഹം ലഭിച്ച ശേഷം പൂർവദേഹത്തെ കളയുന്നു. എങ്ങനെയെന്നാൽ യഥാ വ്രജൻ ഏകപദേന തിഷ്ഠൻ, എപ്രകാരം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരു കാൽ കൊണ്ട് നിലത്തൂന്നി, ഏകേന ഏവ ഗച്ഛതി, മറ്റേ കാൽ കൊണ്ട് തന്നെ നടന്നു പോകുന്നുവോ, മറ്റേ കാൽ ചലിപ്പിച്ച് നടന്നു പോകുന്നുവോ, അതുപോലെ ദേഹി കർമ്മഗതിം ഗതഃ, ജീവൻ കർമ്മഗതിയെ പ്രാപിക്കുന്നു. ജീവൻ ഒരു ദേഹത്തെ ഉപേക്ഷിച്ച് അന്യദേഹത്തെ പ്രാപിക്കുന്നു മരണശേഷം. വ്രജൻ തിഷ്ഠൻ പദേകേന യഥൈവേകേന ഗച്ഛതി, യഥാ തൃണജലൂകേവം ദേഹി കർമ്മഗതിം ഗതഃ. എപ്രകാരം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരു കാൽ കൊണ്ട് നിലത്തൂന്നി മറ്റേ കാൽ കൊണ്ട് തന്നെ പോകുന്നുവോ, അപ്രകാരം ഒരു പുല്ലട്ട ഒരു പുൽത്തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് ആദ്യത്തേതിനെ വിടുന്നുവോ, അപ്രകാരം ജീവൻ കർമ്മഗതിയെ പ്രാപിക്കുന്നു. നവദേഹം ലഭിച്ച ശേഷം പൂർവദേഹം കളയുന്നു. ഇതാണ് 39-40 ശ്ലോകം. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഭോ അവശഃ, ദേഹാന്തരമനുപ്രാപ്യ പ്രാപ്തനം ത്യജതേവഭൂ. വ്രജം തിഷ്ഠൻ പദേകേന യഥൈവേകേന ഗച്ഛതി, യഥാ തൃണജളൂകൈവം ദേഹി കർമ്മഗതിം ഗതഃ. ശരീരം മരണാവസ്ഥയെ പ്രാപിക്കുമ്പോൾ സ്വകർമ്മത്തിന് അധീനനും അസ്വതന്ത്രനുമായ ജീവൻ മറ്റൊരു ശരീരത്തെ പിടികൂടിയ ശേഷം പഴയ ശരീരത്തെ പരിത്യജിക്കുന്നു. എപ്രകാരം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരു കാൽ കൊണ്ട് നിലത്തൂന്നി മറ്റേ കാൽ കൊണ്ട് നടന്നു പോകുന്നുവോ, എപ്രകാരം ഒരു പുല്ലട്ട പുൽത്തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് ആദ്യത്തേതിനെ വിടുന്നുവോ, അപ്രകാരം ജീവൻ കർമ്മഗതിയെ പ്രാപിക്കുന്നു. ജീവൻ നവദേഹം ലഭിച്ച ശേഷം പൂർവദേഹം കളയുന്നു. ഈ 2 ശ്ലോകങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. പുണ്യപാപങ്ങൾ താൻ ചെയ്വതിൻ ഫലമൊഴിഞ്ഞെന്നേ മറ്റൊരു തുണയില്ലെന്നു ധരിക്കേണം. നിർണയം
ദേഹങ്ങൾ കൂടാതെ കണ്ടൊരിടത്തും നിന്നു കൂടുകയില്ല ദേഹികൾ. എന്നാൽ അപ്പോൾ മുന്നിലേതോരോന്ന് ഒഴിഞ്ഞിടിനാലുടനുടൻ പിന്നെയും തൃണജലൂകങ്ങളെന്നതുപോലെ ചെന്ന് താൻ ഓരോന്നെടുത്തിടുന്നു. തന്നാൽ അന്ന് പുരാ കർമ്മതുല്യരായി നിരന്തരം മുന്നിലേതനുകരിച്ചിടിനോരവസ്ഥകൾ പിന്നെ സ്മൃതിയുണ്ടാകായുന്നു മായാവശാൽ. പുണ്യപാപങ്ങൾ താൻ ചെയ്വതിൻ ഫലമൊഴിഞ്ഞെന്നെ മറ്റൊരു തുണയില്ലെന്നു ധരിക്കണം. അതാണ് കർമ്മഗതിം ഗതഃ. അങ്ങനെ ജീവൻ കർമ്മഗതിയെ പ്രാപിക്കുന്നു. പുണ്യപാപങ്ങൾ താൻ ചെയ്വതിൻ ഫലമൊഴിഞ്ഞെന്നെ മറ്റൊരു തുണയില്ലെന്നു ധരിക്കണം. നിർണയം ദേഹങ്ങൾ കൂടാതെ കണ്ടൊരിടത്തും നിന്നു കൂടുകയില്ല ദേഹികൾ. എന്നാൽ അപ്പോൾ മുന്നിലേതോരോന്നൊഴിഞ്ഞിടിനാൽ ഉടനുടൻ പിന്നെയും തൃണജലൂകങ്ങളെന്നതുപോലെ ചെന്ന് താൻ ഓരോന്നെടുത്തിടുന്നു. തന്നാൽ അന്നന്ന് പുരാകർമ്മതുല്യരായി നിരന്തരം തൃണജലൂക ഏവം ദേഹി കർമ്മഗതിം ഗതഃ എന്ന പുല്ലട്ട ഒരു പുൽത്തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്ന് ആദ്യത്തേതിനെ വിടുന്നുവോ അപ്രകാരം ജീവൻ കർമ്മഗതിയെ പ്രാപിക്കുന്നു എന്നുള്ള ഭാഗമാണ് ഇവിടെ. ദേഹങ്ങൾ നിന്നുകൂടുകയില്ല ദേഹികൾക്കെന്നാൽ നിർണയം ദേഹങ്ങൾ കൂടാതെ കണ്ട് ഒരിടത്തും നിന്ന് കൂടുകയില്ല ദേഹികൾക്കെന്നാൽ അപ്പോൾ മുന്നിലേത് ഓരോന്ന് ഒഴിഞ്ഞിടിനാൽ ഉടനുടൻ പിന്നെയും തൃണജലൂകങ്ങൾ എന്നതുപോലെ പുല്ലട്ട എന്ന പോലെ ചെന്ന് താൻ ഓരോന്നെടുത്തിടുന്നു. തന്നാൽ അന്നന്ന് പുരാകർമ്മതുല്യരായി നിരന്തരം പുരാകർമ്മതുല്യരായി ഏവം കർമ്മഗതിം ഗതഃ പുരാകർമ്മതുല്യരായി നിരന്തരം മുന്നിലേത് അനുകരിച്ചിടിനോരവസ്ഥകൾ പിന്നീട് സ്മൃതി ഉണ്ടാകായുന്നു മായാവശാൽ. ദേവിയുടെ പ്രഭാവത്താൽ ആദ്യത്തെ ദേഹത്തെക്കുറിച്ചോ ആ അവസ്ഥയെക്കുറിച്ചോ പിന്നെ സ്മൃതി ഉണ്ടാകയില്ല, ഓർക്കാൻ കഴിയുകയില്ല എന്നും പറയുന്നു. ഇതാണ് 39-40 ശ്ലോകത്തെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.